പ്രൈസ് ലോർഡ്. വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. വാത്സല്യ സഹോദരങ്ങളെ, ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിൽ നമുക്ക് കണ്ണ് ഒരു ഇടർച്ചയാണ്, അല്ലേ? നമ്മുടെ കണ്ണ് ചുവള്ളതെങ്കിൽ ഹൃദയം പാവം ചെയ്യത്തില്ല എന്നതിനെക്കുറിച്ചാണ് ഇന്ന് പാൽക്കാലം ഞാൻ ചിന്തിക്കുവാനായി ആഗ്രഹിക്കുന്നത്. സ്തോത്രം. ഈ കണ്ണെന്ന് പറയുന്ന ഈ ഒരു അവയവം അല്ല പാപം ചെയ്യുന്നത്. സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവൻ എല്ലാവരും ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്യുന്നു. അപ്പോൾ നോക്കിയത് കണ്ണാണെങ്കിലും മോഹം ഹൃദയത്തിൽ നിന്നാണ് ജനിച്ചത്. അപ്പോൾ വ്യഭിചാരം ചെയ്തത് നമ്മുടെ കണ്ണല്ല, ഹൃദയമാണ്. അപ്പോൾ ഹൃദയത്തെയാണ് നമ്മുടെ ജീവിതത്തിൽ ഹൃദയമാണ് പ്രശ്നമുണ്ടാക്കിയത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? കണ്ണിനെ അല്ല ചുവന്ന് കളയേണ്ടത്, ഹൃദയത്തെയാണ്. ആ ഹൃദയമാണ് നമ്മുടെ അകത്തിരുന്ന് പ്രവർത്തിച്ചത്. അപ്പോൾ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ, ശരിയാണ്, കണ്ണുകൊണ്ട് കണ്ടു. ഈ മാംസളമായ ഈ ഹൃദയം നമ്മളിരുന്ന് പാപം ചെയ്തു. എന്നാൽ നമ്മൾ എടുത്ത് കളയേണ്ടത്, ചൂന്ന് കളയാൻ പറഞ്ഞ കണ്ണിനെ അല്ല, ഹൃദയത്തെ അല്ല. ഈ പാപത്തെ ജനിപ്പിക്കുന്ന ഈ ഹൃദയത്തെ, ആ പഴയ ഹൃദയത്തെ ചൂന്നെടുത്ത് കളയുക. അപ്പോൾ ഹൃദയത്തിൽ മോഹമുണ്ടാകുമ്പോൾ കണ്ണ് നോക്കി ആ കണ്ണ് ചൂന്നെടുത്ത് കളഞ്ഞാൽ പിന്നെയും ഹൃദയത്തിൽ പാപം ബാക്കി നിൽക്കുകയാണ്. അതുകൊണ്ട് അപ്പോൾ ദൈവം ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ, കണ്ണിനെ എടുത്ത് കളയണം എന്നല്ല. കർത്താവ് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, നിൻ്റെ കണ്ണല്ല പ്രധാന കാരണം. നീ എവിടേക്കാണ് പോകുന്നത്? എവിടേക്ക് പോകുവാനാണ് നീ ഒരുങ്ങുന്നത്? അപ്പോൾ നീ ചെന്ന് ചേരേണ്ട ഒരു സ്ഥലമുണ്ട്. അതിന് വേണ്ടിയാണ് നമ്മൾ ഒരുങ്ങേണ്ടത്. നമുക്ക് ഈ ലോകത്തിലുള്ള ഒരു സാമ്പത്തികമോ ഈ കണ്ട ലോകത്തിലെ ഒന്നുമല്ല. പ്രലോഭനങ്ങൾ വരും, അവിടെ പിടിച്ചു നിൽക്കണം. നമ്മൾ എവിടെയാണ് പോകേണ്ടത്? കർത്താവിൻ്റെ സന്നിധിയിൽ പോകുവാൻ ഒരുങ്ങുന്ന നമ്മൾ ഈ കണ്ണുകൊണ്ട് കണ്ട് ഹൃദയം കൊണ്ട് മോഹിച്ച് ജീവിക്കുവാനല്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മോഹത്തിന് ഇടം കൊടുക്കുന്നത് കൊണ്ടാണ് മോഹം ജീവിതത്തിൽ വന്ന് നമ്മൾ പാപത്തെ പ്രസവിക്കുന്നു. എന്തിനു നമ്മൾ മോഹിക്കുന്നു? അപ്പം നമ്മൾ ഇങ്ങനെ നരകത്തിൽ പോകുവാൻ ഇടവരരുത്. അപ്പോൾ അതിനുള്ള കാരണം എന്താണെന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് നിങ്ങൾ വിമോചനം പ്രാപിക്കണം. ഓരോ മനുഷ്യനും ഇഷ്ടം പോലെ ആസ്വദിക്കാൻ ഫോണിൽ പല കാര്യങ്ങളുമുണ്ട്. ഒരു ഫോൺ എടുത്തു കഴിഞ്ഞാൽ നല്ല വീഡിയോസും ചീത്ത വീഡിയോസും ഫോട്ടോസും പലതും വരും. ഇതൊന്ന് കണ്ട് ഹൃദയം മോഹിച്ച് ഈ പാപത്തിലേക്ക് പോകുന്നു. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾ നരകത്തിൽ പോകേണ്ടവരല്ല. അപ്പോൾ നിങ്ങൾ പാപം ചെയ്താൽ നിങ്ങൾ ആ കണ്ണിനെ ചൂന്ന് കളയണമെന്നല്ല. കണ്ണ് അല്ല ഒരിക്കലും പാപം ചെയ്തത്, ഹൃദയമാണ്. ആ മാംസളമായ ഹൃദയത്തെ ചൂന്നെടുത്ത് കളയുവാനല്ല പറയുന്നത്. ആ ഹൃദയത്തെ എടുത്ത് കളഞ്ഞാൽ പിന്നെ നമുക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയും? അതല്ല ഉദ്ദേശിക്കുന്ന ദൈവം. നമ്മുടെ ഹൃദയത്തിലാണ് മോഹം ജനിക്കുന്നത്. ഈ ഹൃദയത്തിലെ മോഹമാണ് പാപത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മുടെ ഹൃദയത്തെ, ആ ഹൃദയത്തിൽ മോഹം ജനിക്കാതിരിക്കാൻ അതിനെ ക്രൂശിച്ച്, എൻ്റെ സെൽഫിനെ ക്രൂശിച്ച് അവിടെ യേശുവിനെ ജീവിക്കുവാൻ അനുവദിക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് പാപം ചെയ്യാതെ ജീവിക്കുവാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഈ ലോകത്തിലെ സുഖങ്ങൾക്ക് വേണ്ടി, എൻ്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി എൻ്റെ ശരീരത്തെ ഞാൻ വിട്ടുകൊടുത്താൽ ഞാൻ പാപം ചെയ്ത് എൻ്റെ എല്ലാം നഷ്ടപ്പെടും. ആരോഗ്യം ബലഹീനമാകും, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ, കുടുംബ തകർച്ചകൾ, വേദനകളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകും. ഹൃദയം കാരണം ആരാണ്? ഹൃദയം. ഇന്ന് പകൽക്കാലം ചിന്തിക്കുക, അങ്ങനെ ഒരു ഹൃദയം എനിക്ക് വേണ്ട കർത്താവേ. പ്രലോഭനത്തിൻ്റെ പുറകെ പോകുവാനല്ല എൻ്റെ കർത്താവ് എന്നെ വിളിച്ചത്.
എൻ്റെ കർത്താവിനെ ഉയർത്താനാണ്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മളിപ്പോൾ ഈ ഭൂമിയിൽ നമ്മൾ എന്ത് കണ്ടാലും നമ്മൾ മോഹിച്ചു പോവുകയാണ്. നല്ലൊരു ഭവനം കണ്ടാൽ, സൗന്ദര്യമുള്ളൊരു വ്യക്തിയെ കണ്ടാൽ, അല്ലെങ്കിൽ ഇഷ്ടമുള്ള നല്ലൊരു വസ്തു കണ്ടാൽ, നല്ലൊരു വസ്ത്രം കണ്ടാൽ നമ്മളിങ്ങനെ വാഞ്ചിച്ച് മോഹിച്ചു പോവുകയാണ്. ഈ ലൗകിക മോഹങ്ങൾ ഇന്നത്തോടെ സ്റ്റോപ്പ് ചെയ്യണം. എന്നിട്ട് കർത്താവിനെ മോഹിക്കണം. അത് നമ്മളെ നിത്യജീവനിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോകണമെങ്കിൽ ദുർമോഹത്തെ വിതയ്ക്കുന്ന എൻ്റെ ഹൃദയത്തിനൊരു മാറ്റം വരണം. എത്ര പ്രസംഗം കേട്ടാലും, എത്ര ബൈബിൾ കോളേജിൽ പഠിച്ചാലും, എത്ര ചർച്ചുകളിൽ പോയി മെസ്സേജ് കൊടുത്താലും, സാക്ഷ്യം പറഞ്ഞാലും, ഈ ഹൃദയത്തിൽ പാപം ഇരിക്കുന്ന കാലത്തോളം ഒരിക്കലും ആ ഹൃദയത്തിൽ ദൈവം വസിക്കത്തില്ല. ദൈവം വസിക്കാത്തൊരു ഹൃദയം എപ്പോഴും ഈ ലോകത്തിൻ്റെ മോഹങ്ങളിലേക്ക് വീണുകൊണ്ടേയിരിക്കും. ഈ ലോകത്ത് കാണുന്നതൊക്കെയും ആഗ്രഹിച്ചു കൊണ്ടേയിരിക്കും. അത് സ്വന്തമാക്കണം, അതെങ്ങനെയും നേടിയെടുക്കണം, എങ്ങനെയും എനിക്ക് അതിനുവേണ്ടി നമ്മൾ സമയം കണ്ടെത്തും, സമ്പത്ത് കണ്ടെത്തും. നമ്മുടെ കുടുംബ തകർച്ചയിലേക്ക് പോകും, നമ്മുടെ ജീവിതം നാശത്തിലേക്ക് പോകും, നമ്മൾ നിത്യനരകത്തിലേക്ക് പോകും. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇന്ന് പകൽക്കാലം നിങ്ങളൊന്ന് തിരിച്ചറിയണം. ഈ പാപം ജനിപ്പിക്കുന്ന ഈ ഹൃദയം എനിക്കിനി വേണ്ട. ആ ഒരു തീരുമാനമെടുക്കണം. ഹല്ലേലൂയ. സ്തോത്രം. ദുർമോഹങ്ങളിൽ നിന്ന് മോചനം പ്രാപിച്ച ഒരു ഹൃദയം, അത് നമുക്ക് വേണമെങ്കിൽ മോഹത്തിന് അധീനമായൊരു ഹൃദയവും ആ ഹൃദയത്തെ അംഗീകരിച്ച് അനുസരിക്കുന്നതായ എൻ്റെ അവയവങ്ങളും ആ ഒരവസ്ഥയ്ക്ക് മാറ്റം വരണം. സ്തോത്രം. ഹല്ലേലൂയ. അവയവങ്ങൾ നമ്മളെ ഒരിക്കലും വഞ്ചിക്കരുത്. അവയവത്തിലൂടെ പുറത്തു വരുന്ന പാപങ്ങൾ നമ്മുടെ നിത്യതയെ നഷ്ടപ്പെടുത്തരുത്. സ്തോത്രം. ഹല്ലേലൂയ.